ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക മപ്പാസാണ് കേട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇപ്പം കറിവേപ്പില പറിക്കാൻ വേണ്ടി പറമ്പിലോട്ട് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ വീഡിയോ എടുത്തോളാം എന്ന് വിചാരിച്ചത്. അപ്പം വെണ്ടയ്ക്ക മപ്പാസ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് മപ്പാസിന് വേണ്ടി മെയിനായിട്ട് വേണ്ടത് വെണ്ടയ്ക്കുണ്ട്. വെണ്ടയ്ക്ക് നമ്മൾ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തുടങ്ങണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വെണ്ടയ്ക്ക ഇങ്ങനെ ഈ സമയത്ത് നമ്മളിങ്ങനെ വഴറ്റുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി വേവുമ്പോൾ കുഴയാതിരിക്കാതെ, പിന്നെ അതിലുള്ള ഒരു ഒട്ടൽ മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ ഈ വെണ്ടയ്ക്ക വഴറ്റുന്നത് കേട്ടോ. വെണ്ടയ്ക്ക നന്നായിട്ട് വഴറ്റി തേണ്ട ഏകദേശം ഇങ്ങനെ മൊരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒരു ചട്ടി അടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഇഞ്ചി, ഉള്ളി, സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഞാൻ പറഞ്ഞതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ ഇവിടെ വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഇതെല്ലാം ഈ സവാളയും കൂടി കൂട്ടി നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ സവാളയും ഏകദേശം ഒന്ന് ജസ്റ്റ് ഇതായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ പാത്രം തുറന്ന് കഴിയുമ്പോൾ ഏകദേശം താണ്ട് ഈ ഒരു ഇതായിട്ടിരിക്കും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ മതി നമുക്ക് ആവശ്യമായ പൊടികൾ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി ആ പൊടിയുടെയൊക്കെ പച്ച മണം ജസ്റ്റ് മാറിയതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് ഇതാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മസാലകളെല്ലാം വെണ്ടയ്ക്കയിലേക്ക് യോജിക്കാൻ പാകത്തിന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അരച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് പാൽ മാറ്റിയതിന് ശേഷം രണ്ടാം പാലില്ലേ, രണ്ടാം പാലിലാണ് നമ്മൾ ഈ ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ രണ്ടാം പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പോൾ രണ്ടാം പാൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം 10 മിനിറ്റിന് ശേഷമുള്ളതാണിത്. ഏകദേശം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫസ്റ്റ് പാൽ മാറ്റി വെച്ചേക്കുന്നത് ഒഴിച്ചു കൊടുക്കുക. ഈ ഫസ്റ്റ് പാൽ ഒഴിച്ചതിന് ശേഷം അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ ഫസ്റ്റ് നല്ല കട്ടിയുള്ള പാലായതുകൊണ്ട് തന്നെ നമ്മുടെ പെട്ടെന്ന് കറി പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചീനിച്ചട്ടി അടുപ്പത്തിച്ച് വെച്ച് അതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഉള്ളിയും കൂടി പൊട്ടിച്ച് നമുക്ക് ഈ മപ്പാസിലേക്ക് ഒഴിച്ചു കൊടുത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മപ്പാസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാനിത് പറഞ്ഞതിൽ ഒരുപാട് തെറ്റുണ്ടെന്ന് അറിയാവുന്ന ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ട് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.